രേവതി നക്ഷത്രത്തിന്റെ പൊതുവായ സ്വഭാവ ഗുണങ്ങളും അതിന്റെ ഫലങ്ങളും താഴെ കൊടുക്കുന്നു. പൊതുവായ സ്വഭാവം: മധുരമായി സംസാരിക്കുന്നവരും സഹൃദയരുമായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ ഇഷ്ടപ്പെടാത്തവരും അത് മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നവരുമാണ്. സ്വന്തം തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നിർദ്ധയരാകും. പഠിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. സൗന്ദര്യമുള്ളവരും ആകർഷകമായ ശരീരപ്രകൃതിയുള്ളവരുമായിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ. പിടിവാശിക്കാരും മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുമാകാം. ഈശ്വരവിശ്വാസികളും മതാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവരും യാഥാസ്ഥിതികരുമായിരിക്കും. ചെറിയ ആശങ്കകൾ പോലും ഇവരെ നിരാശരാക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ: ചരിത്ര ഗവേഷണം, ജ്യോതിഷം, ജ്യോതിശാസ്ത്രം, പുരാവസ്തു ഗവേഷണം, അംബാസഡർ, ഫിസിഷ്യൻ, കമ്പനി ജോലികൾ, ടൈപ്പിസ്റ്റ്, ടെലിഫോൺ ഓപ്പറേറ്റർ, സാഹിത്യം, കണക്ക് മാസ്റ്റർ, സുഗന്ധദ്രവ്യ കച്ചവടം, നാവികർ, ജലോൽപ്പന്നങ്ങൾ, പബ്ലിഷർ, എഡിറ്റർ, എഞ്ചിനീയർ, ഷെയർ ബ്രോക്കർ, വക്കീൽ, ജഡ്ജി, പ്രൊഫസർ, ഓഡിറ്റർ, പുരോഹിതൻ, മഠാധിപതി, പരസ്യം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. കല, ഗണിതം എന്നീ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കും. പൊതുജനങ്ങളുമായി ഇടപെടേണ്ട ജോലികളായ എയർ ഹോസ്റ്റസ്, അഡ്മിനിസ്ട്രേറ്റർ എന്നിവയും ചേർന്നതാണ്. അധിക പ്രയത്നത്തിന് അനുസരിച്ചുള്ള ഫലം ലഭിക്കാൻ 50 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. വിവാഹം: രേവതി നക്ഷത്രക്കാർക്ക് വിവാഹ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഉത്രട്ടാതി 91%, പൂരാടം 83%, രേവതി 77% എന്നിവയാണ്. ഏറ്റവും കുറഞ്ഞ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ വിശാഖം 18%, സ്വാതി 24%, കാർത്തിക 32% എന്നിവയാണ്. പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. ആരോഗ്യം: പനി, വയറിളക്കം, പല്ലിന് അസുഖങ്ങൾ, ചെറുകുടലിൽ അൾസർ, ചെവിക്കുള്ള അസുഖങ്ങൾ, കാലിന് അസുഖങ്ങൾ, അബ്ഡോമിനൽ അസുഖങ്ങൾ, കേൾവിക്കുറവ്, മൂത്രാശയ അസുഖങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ, ചുഴലി, രക്തസമ്മർദ്ദം, ഹൃദയവാൽവിന് അസുഖം, സൂര്യതാപം, നേത്രരോഗം, ടൈഫോയിഡ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലിയും വ്യായാമവും ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പ്രതികൂല നക്ഷത്രങ്ങൾ: ഭരണി, ഉത്രാടം, രോഹിണി, തിരുവാതിര, ചോതി, മകം, പൂരം, വിശാഖം, അവിട്ടം, പൂരുരുട്ടാതി എന്നിവ രേവതി നക്ഷത്രത്തിന് പ്രതികൂലമായ നക്ഷത്രങ്ങളായി കണക്കാക്കപ്പെടുന്നു. 2025 പൊതുവായ ഫലങ്ങൾ: പൊതുവായ ഒരു വിലയിരുത്തൽ മാത്രം. ഈ വർഷം ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും പുതിയ തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കുകയും ഇത് വ്യക്തിഗത വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിൽ സ്ഥിരമായ പുരോഗതിയും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും അംഗീകാരവും ലഭിക്കാം. സഹാനുഭൂതിയുള്ള സ്വഭാവം വിജയത്തിന് സഹായിക്കും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം, എന്നാൽ രണ്ടാം പകുതിയിൽ സ്ഥിരതയും കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവമായ ആസൂത്രണവും വിവേകപൂർണമായ കൈകാര്യം ചെയ്യലും ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ സഹായവും പിന്തുണയും ലഭിക്കും, എന്നാൽ ചില സമയങ്ങളിൽ കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. പഠനത്തിലും സ്വയം മെച്ചപ്പെടുത്തലിലും ഈ വർഷം പ്രാധാന്യം നൽകണം. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും ദശാകാലവും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് നന്നായിരിക്കും.